السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا. ബഹുമാനമുള്ള പഠിതാക്കളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പൊതു നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കർമ്മശാസ്ത്രം ഒരാവൃത്തി മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഖായിദകളാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന പേരിൽ ഒരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായി തന്നെ ഇന്ന് കോളേജുകളിലും അറബി കോളേജുകളിലും ദീനി മദാരിസുകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന അൽ ഖവാഇദുൽ ഫിഖ്ഹിയ. അതിൽ ഏറ്റവും ചെറിയൊരു ഗ്രന്ഥമാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദിയുടെ മൻദൂമത്തുൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥം ഒരു കവിതയാണ്. അതിൽ 37ാമത്തെ ബൈറ്റാണ് ഇനി നമ്മൾ ചൊല്ലാനുള്ളത്. 36 ബൈറ്റ് നമ്മൾ ചൊല്ലി. 37ാമത്തെ ബൈറ്റ് വമൻ അതാ ബിമാ അലൈഹി മിൻ അമൽ ഖദ് ഇസ്തഹഖ മാ ലഹു അലൽ അമൽ. വമൻ അതാ, ആരെങ്കിലും നിർവഹിച്ചാൽ, ബിമാ അലൈഹി മിൻ അമൽ, അത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും വന്നു എന്നാണ് അർത്ഥം. അത്ത ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, അതാ നിർവഹിച്ചു എന്നർത്ഥം. വമൻ അത്ത ബിമാ അലൈഹി, അവന്റെ മേലുള്ളതായ ഒരു കാര്യം ഒരാൾ നിർവഹിച്ചു, മിൻ അമൽ, ജോലിയിൽപ്പെട്ട, അതായത് ഒരാൾക്ക് ഒരു അമല് നിർണയിച്ചു കൊടുത്തു, ആ അമൽ അയാൾ ചെയ്തു. ഖദ് ഇസ്തഹഖ, അവൻ അർഹതയുണ്ട്, അവൻ അർഹനാണ്, അർഹനായി, മാ ലഹു അലൽ അമൽ, ആ അമലിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് അവൻ അർഹനാണ്. ഇത് ഫിഖ്ഹിൽ പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ്. നമ്മൾക്ക് നിർണയിച്ചു തന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട പണിയോ, അത് ദീനി ആയിക്കോട്ടെ ദുനിയവി ആയിക്കോട്ടെ, അത് ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്താൽ അതിനെന്താണോ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾക്ക് ഉണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിലിപ്പോ ആദ്യം നമ്മൾക്ക് ദീന് കൈകാര്യം ചെയ്യുമ്പോൾ മതവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഈ ഖായിദ വരുന്നത്? മതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ പറ്റി നല്ല വന്നാണ്, നമ്മൾ ഹുസ്നുൽ വന്ന അള്ളാഹിനെ പറ്റി വേണമെന്ന് പറയും. നമ്മൾ അള്ളാഹിനെ പറ്റി ഒരിക്കലും മോശം വിചാരിക്കൂല. നമുക്ക് എന്ത് സംഭവിച്ചാലും അള്ളാഹുവിനെ പറ്റി ഒരു മോശവും നമ്മൾ വിചാരിക്കാറില്ല. അപ്രകാരം തന്നെയാണ് പ്രതിഫലങ്ങളുടെ വിഷയത്തിലും. നമ്മളൊരു അമല് ചെയ്താൽ അള്ളാഹു അതിന് പ്രതിഫലം തരും തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇഖ്ലാസ്, നമ്മൾ കഴിഞ്ഞ ഖായിദ അതേനു, ഷർത്ത് പൂർണ്ണമായി പാലിച്ച് മാനിയില്ലാതെ ചെയ്താൽ, ഇപ്പൊ ഒരു കർമ്മം സ്വീകരിക്കാനുള്ള ഷർത്ത് എന്താണ്? അത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. ഇങ്ങനെയുള്ള ഷർത്തുകളൊക്കെ പാലിച്ചിട്ടാണ്. അപ്രകാരം ആ കർമ്മത്തിന് തടസ്സമായി ഒന്നും നമ്മുടെ മുമ്പിലില്ല, തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ കർമ്മം സ്വീകരിക്കുന്നതാണ്. നമ്മൾ അള്ളാഹിനെ പറ്റി നല്ല വന്നു വെക്കുക. ഞാനൊരു കർമ്മം ചെയ്താല്
അള്ളാഹു എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും അതിന് പ്രതിഫലം തരും തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ദുനിയാവില് പറഞ്ഞതാണ്. ആരെങ്കിലും അള്ളാഹുവിന് സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു മഖ്റജ് നൽകും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പിന്നെ സൽക്കർമ്മം ചെയ്ത സ്വർഗം കിട്ടുന്ന എത്രയോ ആയത്തുകൾ ഉണ്ട്. അപ്പൊ ഈ ഖായിദയുടെ ചുരുക്കം, നമ്മളൊരു അമല്, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട അമല് നമ്മൾ ചെയ്താൽ അതിനെന്താണോ നമ്മൾക്ക് അർഹമായത് അത് കിട്ടണം, അത് നൽകിയിരിക്കണം നേരെ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ഹറാം ഒഴിവാക്കാണ്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരു ഹറാമ് നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് അതിന്റെ കൂലി നമുക്ക് കിട്ടും. ഇനി ഒരാൾ ഹറാമ് ചെയ്തു, ഒരാൾ വാജിബ് ഒഴിവാക്കി, അത് കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ ചെയ്താൽ അവന് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരു അമല് ചെയ്താൽ ആ അമലിന് എന്താണോ പറയപ്പെട്ടിട്ടുള്ളത് അത് അയാൾക്ക് ഉണ്ടാകും. ഇതൊക്കെ ദീന്റെ വിഷയത്തിലാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. നമുക്ക് ദുനിയാവിന്റെ വിഷയം എടുത്തു നോക്കാം. ദുനിയാവില് നമ്മൾ ചെയ്യുന്ന സാധാ കർമ്മങ്ങൾ എടുത്താൽ, ഇപ്പൊ നമ്മൾ വേറൊരു വ്യക്തി ഒരു പണി ഏൽപ്പിക്കുകയാണ്. ആ പണി ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് ഇത്ര തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരാളെ കൂലിക്ക് വിളിച്ച് ഈ സംഭവം ഉണ്ടാക്കി തന്നാൽ, അല്ലെ എഞ്ചിനീയറെ വിളിച്ച് ആരെ വിളിച്ചാലും ഇത്ര പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ പണി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തു, അയാൾക്ക് ഏൽപ്പിക്കപ്പെട്ട പണി അയാൾ ചെയ്തിരിക്കണമെങ്കിൽ ആ പൈസ നമ്മൾ കൊടുക്കണം. ഇപ്പൊ അതിൽ ഉദാഹരണം കൊടുത്തത്, ഒരു എന്താ പറയാ മതിലുണ്ടാക്കുക, 1000 റിയാല് തരാം. ഇതിലിപ്പോ സൗദിത്തെ ഉദാഹരണം കൊടുത്തു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ ഒരാളെ കൂലിക്ക് വിളിച്ചിട്ട് ഇത്ര പൈസ തരാം എന്ന് പറഞ്ഞ് അയാൾ നമ്മൾ വിളിച്ചാൽ ആ പണി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൂലി കൊടുക്കണം. കാരണം അയാളുടെ മേൽ നിർണയിക്കപ്പെട്ട പണി ചെയ്തു, ഇനി അയാൾക്ക് ആ പണിയിൽ നിന്ന് എന്താണ് കിട്ടേണ്ടത് കിട്ടണം. അങ്ങനെ നമ്മൾ ഒരാളെ ഒരു കാര്യം നോക്കാൻ ഏൽപ്പിച്ചു. എന്റെ തോട്ടം നോക്കേണ്ടത് നീയാണ്, അതിന് വെള്ളം നനക്കണം, അങ്ങനെ കാര്യം ചെയ്യണം, മാസാവസാനം ഇന്ന പൈസ എനിക്ക് ഉണ്ടാവും പറഞ്ഞാൽ കൊടുക്കണം. അതേപോലെ പല രംഗത്തും അതുണ്ട്. നമ്മള് ഒരാളൊരു പണി ഏൽപ്പിച്ച ആ പണിക്ക് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പണി ആര് ചെയ്താലും അയാൾക്ക് ആ കൂലി കൊടുക്കണം എന്നുള്ളതാണ് ശറഇൽ വരിക. അത് ഫിഖ്ഹിന്റെ പല രംഗത്തും, കാരണം ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ. അപ്പൊ അവിടെ ഒരാൾ ചെയ്താൽ കൊടുക്കണം, കാരണം നമ്മൾ അങ്ങനെ വെച്ചു എന്നുള്ളത് കൊണ്ട്. അതാണ് വമൻ അതാ ബിമാ അലൈഹി മിൻ അമൽ ഖദ് ഇസ്തഹഖ മാ ലഹു മിആലൽ അമൽ. ആരെങ്കിലും തന്നിൽ അർപ്പിതമായ, തന്നിൽ ഏൽപ്പിക്കപ്പെട്ടതായ അമൽ ചെയ്താൽ അവൻ എന്താണോ ആ കർമ്മം കൊണ്ട് ലഭിക്കേണ്ടത് അത് അവന് അർഹമാണ് എന്നാണ് ഈ ഖായിദയുടെ ചുരുക്കം. ഒരാൾ വഖഫ് ചെയ്തിട്ട് പറയാണ്, ആരെങ്കിലും ഇവിടെ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ഈ പള്ളിയിൽ പഠിപ്പിച്ചാൽ ഈ വഖഫിന്റെ ഇത്ര ഭാഗം ഇയാൾക്കാണ്, അപ്പൊ അയാൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ കൊടുക്കണം എന്നാണ് ഈ ഖായിദയിൽ വരുന്നത്. ചെറിയൊരു ഖായിദയാണ്, ഇതിൽ ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളതും സൂചിപ്പിക്കാനുള്ളതും. അതായത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട പണി നമ്മൾ ചെയ്താൽ, ഇപ്പൊ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിഷയത്തിൽ പറഞ്ഞല്ലോ, നമ്മളൊരു പണി ചെയ്താൽ, അമല് ചെയ്താൽ അതിന്റെ കൂലി കിട്ടുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. എന്നാ പേടി വേണം, അല്ല സ്വീകരിക്കുക എന്നുള്ള പേടി എപ്പോഴും വേണേനും, അതില്ലാതിരിക്കുകയും ചെയ്യരുത്. ഒക്കെ സ്വീകരിച്ചു എന്നുള്ള മട്ടിൽ നമ്മൾ ഇരിക്കരുത്. അള്ളാഹു എന്നെ കൈയൊടിയും എന്ന രൂപത്തിൽ നിരാശരാവുകയും ചെയ്യരുത്. രണ്ടും ഒപ്പം വേണം. ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയിരുന്നാൽ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഇപ്പൊ നമ്മുടെ മുൻഗാമികളൊക്കെ സ്വീകരിക്കുമോ എന്നുള്ള പേടി അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അമല് എന്നിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമോ? കബൂലിയത്ത് വലിയൊരു കാര്യമാണ്. അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞു. ഞാൻ ഉദാഹരണം പറഞ്ഞാല്, 60 കൊല്ലം ഒരാള് ആയുസ് കിട്ടി, അയാള് പ്രായപൂർത്തി എത്തിയ തൊട്ട് അയാൾ ഒരുപാട് ഹജ്ജ് ചെയ്തു, ഒരുപാട് ഉംറ ചെയ്തു, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് നോമ്പ് നോറ്റു, ഒരുപാട് സ്വതക്കകൾ കൊടുക്കേണ്ട മാർഗത്തിലൊക്കെ കൊടുത്തു, കുറേ സ്വതക്ക കൊടുത്തു. അവസാനം പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹ് പറയണത് സ്വീകരിക്കാൻ മാത്രമുള്ള കർമ്മൊന്നും ഇല്ല എന്ന് പറഞ്ഞ എന്തേക്കൊരവസ്ഥ.
അതാണ് ഏറ്റവും വലിയ നഷ്ടം. ദുനിയാവിൽ കച്ചവടം നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് വേദനയും സങ്കടവും, പിന്നെ കുറച്ചു കാലം ദുനിയാവിൽ ബുദ്ധിമുട്ടിയാലും അതവിടെ ഇതായി. പരലോകത്ത് ചെല്ലുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല, പിന്നെ ഒരു അവസരം നമുക്കില്ല. അപ്പൊ ആ പേടി നമുക്കുണ്ട്, അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാവുമോ? അപ്പൊ സ്വീകരിക്കാനുള്ള പണിയൊക്കെ നമ്മൾ ചെയ്യണം. അള്ളാഹ് ഇങ്ങനെ ഒരു കർമ്മം സ്വീകരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക. അത് പറയുന്ന പോലെ എളുപ്പമല്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അമല് നമുക്ക് പഠിപ്പിച്ചെന്ന് അതുപോലെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്താൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹു എനിക്ക് കൂലി തരും, ദുനിയാവിലും ആഖിറത്തിലും കൂലി തരും എന്നുള്ള. സൽക്കർമ്മങ്ങൾക്ക് ദുനിയാവിലും കൂലിയുണ്ട്, ആഖിറത്തിലും കൂലിയുണ്ട്. ഇപ്പൊ ദുനിയാവിലെ കൂലിയാണ് നമ്മൾ മയത്തഖില്ല മഖ്റജ എന്ന് ഓതി തന്നത്. ആഖിറത്തിലും സ്വാഭാവികമായിട്ടും ആരാണോ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുളി അജ്റ മൻ അഹ്സന അമല, ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവർക്ക് അള്ളാഹു അവരുടെ കർമ്മങ്ങളൊന്നും പായാക്കൂല. അപ്രകാരം തന്നെ ഹറാമ് ചെയ്താൽ അതനുസരിച്ചിട്ടുള്ള ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലുണ്ട്. ഹറാമ് ചെയ്താൽ ദുനിയാവിൽ എന്താ ശിക്ഷ എന്ന് ചോദിച്ചാൽ ദുനിയാവിൽ ഒരുപാട് ശിക്ഷ ഹറാമ് ചെയ്താലുണ്ട്. ഇപ്പൊ ഖുറാന്റെ ആയത്ത് വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻക, ഒരു ഇടുങ്ങിയ ജീവിതം ഹറാമ് ചെയ്ത ആൾക്ക് ഉണ്ടാകും. ഹറാമ് ചെയ്താൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും, നമ്മുടെ ദുനിയാവിനെ തന്നെ ബാധിക്കും. ഒരു കുടുസമായ ജീവിതമൊക്കെ നമുക്ക് ഉണ്ടാകും. നമ്മുടെ കുടുംബജീവിതമൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അള്ളാഹ്ക്ക് വിരുദ്ധമായൊരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു 40ഓളം കാര്യങ്ങളുണ്ട്, 40-ലധികം കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഒരു ഹറാമ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും? ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അറിവ് കിട്ടാതാകും, മനസ്സ് ഇടുങ്ങും, ബറക്കത്തില്ലാതാകും, ആയുസിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും, അങ്ങനെ തുടങ്ങി റിസ്ക് നഷ്ടപ്പെടും. അങ്ങനെ ഹറാമ് ചെയ്താൽ ഒരുപാട് അപകടങ്ങളും ഉണ്ട്, ദുനിയാവിലുണ്ട് ആഖിറത്തിലുണ്ട്. അപ്പൊ അതാണ് ഈ ഖായിദയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത നമുക്ക് വേറൊരു ഖായിദയാണ്, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കുക. ഇനി കഴിയാണെങ്കിൽ അടുത്ത ക്ലാസ് തൊട്ട് 2 ഖായിദ വെച്ച് എടുക്കാൻ തോന്നണം, ആയിരിക്കും നല്ലത്. നമ്മളിപ്പോ ഒരു ഒറ്റ ഖായിദയാണ് പറയുന്നത്, അതാണ് നല്ലത്. ഒരു ഖായിദയാണ് നല്ലത്, അതിങ്ങനെ പഠിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒറ്റ ഖായിദ അത് വിശദമായിട്ട് പഠിക്കുക, അതാണ് നല്ലത്. അപ്പൊ ആരെങ്കിലും ഒരു അമല് ചെയ്താൽ അയാൾക്ക് എന്താണോ അമല് കൊണ്ട് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് അത് അയാൾക്ക് നൽകിയിരിക്കണം. ഒരാൾ പറയണം എന്റെ കളഞ്ഞുപോയ ഈ വസ്തു അതാരെങ്കിലും കണ്ടെത്തിയാൽ അയാൾക്ക് ആ പണത്തിന്റെ 1,00,000 രൂപ കാണാതായിക്കണേ, ഞാൻ ഇന്ന രാത്രി അത് ആരെങ്കിലും തിരിച്ചു തരികയാണെങ്കിൽ അയാൾക്ക് ഒരു 50,000 റുപ്യ ഉണ്ട്, പകുതി 50,000 ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 50,000 കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇത് നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ നമ്മുടെ ആളുകളുമായിട്ടുള്ള ഇടപാടിലും വരും, അള്ളാഹുമായിട്ടുള്ള ഇടപാടിലും ഈ ഖായിദ വരും എന്നുള്ളതാണ് അതിലുള്ളത്. ഒരു ഖായിദ കൂടി പറയണോ അതോ അടുത്ത ക്ലാസ്സിൽ മതിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആയിക്കോട്ടെ, ഒന്നുകൂടി പറയാം, അതും കൂടി. അത് കഴിഞ്ഞാല് 38 ഇൻഷാ അല്ലാഹ്. വയുഫ്അലുൽ ബഅദു മിനൽ മഅമൂരി ഇൻ ശഖ്ഖ ഫിഅലു സായിരിൽ മഅമൂരി. അതാണ് 38ാമത്തെ ഖായിദ. വയുഫ്അലുൽ ബഅദു, കുറച്ച് ചെയ്യുക, ചിലത് ചെയ്യുക, മിനൽ മഅമൂരി കൽപ്പിക്കപ്പെട്ടതിൽ. ഇൻ ശഖ്ഖ, പ്രയാസം വന്നാൽ, ഫിഅലു സായിരിൽ മഅമൂരി, കൽപ്പിക്കപ്പെട്ട കാര്യം മുഴുവൻ ചെയ്യുന്നതിൽ പ്രയാസം നേരിട്ടാൽ അതിൽ കഴിയുന്നത് ചെയ്യുക. എന്താ പറഞ്ഞത്? ഇത് മഅമൂറായ കാര്യമുണ്ട്, മൻഹിയായ കാര്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണ്ടോ? ഇത് നമ്മളെ നിയമത്തിന് പുറത്താണ്, കാരണം ഒരു ഖായിദ കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി ശ്രദ്ധിക്കണ്ടെന്നില്ല. മഅമൂറായ കാര്യവുമുണ്ട്, മൻഹിയായ കാര്യമുണ്ട്. മഅമൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ച കാര്യം, മൻഹി എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിരോധിച്ച കാര്യം. അള്ളാഹ് കൽപ്പിച്ച കാര്യത്തിന് എന്താ പറയാ? മഅമൂർ. അമറ കൽപ്പിച്ചു, മഅമൂർ കൽപ്പിക്കപ്പെട്ടത്. നഹ നിരോധിച്ചു, മൻഹി നിരോധിക്കപ്പെട്ടത്. മഅമൂറാത്തിൽ ഒരാൾക്ക് പൂർണ്ണമായി ചെയ്യുന്നതിൽ പ്രയാസം നേരിട്ടു, അപ്പൊ കഴിയുന്നത്ര ചെയ്യും. മൻഹിയാത്തിൽ ഇതില്ല, കഴിയണ പോലെ ഒഴിവാക്കുക എന്നുള്ളതില്ല. ഒഴിവാക്കാൻ പറഞ്ഞ ഫുൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം.
അള്ളാഹ് പറഞ്ഞു കള്ള് കുടിക്കരുത്. അപ്പൊ മുഴുക്കുടിയനായ ഒരാൾക്ക് കള്ള് ഒഴിവാക്കാനേ പറ്റണില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? കുറച്ചാവാ അതില്ല, കഴിയണത്ര ഒഴിവാക്കിക്കണ് അതില്ല. നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് മഅ്മൂറാണ്. അപ്പൊ ഒരാൾക്ക് അതിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് മഅ്മൂറാണ്. നിന്ന് നിസ്കരിക്കാനുള്ള ഫർദ് നിസ്കാരം നിന്ന് നിസ്കരിക്കണം. അപ്പൊ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയൂല. അയാൾ ആക്സിഡന്റ് ആയിട്ട് അയാള് ഭയങ്കരമായിട്ട് തളർന്നു പോയി, നിന്ന് നിസ്കരിക്കാൻ കഴിയൂല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാ? ഇരുന്ന് നിസ്കരിച്ചാൽ മതി. കാരണം നമുക്ക് ആവണത്ര മഅ്മൂർ ചെയ്യണം. മൻഹിയിൽ അങ്ങനല്ല, ഒഴിവാക്കാൻ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. എന്താ തെളിവ്? ഫത്തഖുല്ലാഹ മസ്തതഅ്തും. അതാണ് തെളിവ്. നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ മസ്തതഅ്തും. പിന്നെ ഈ വിഷയത്തിൽ തന്നെ വന്നിട്ടുള്ള ഹദീസാണ് ഫഇദാ നഹൈതുകും അൻ ഷൈഇൻ ഫജ്തനിബൂഹു. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അബൂ ഹുറൈറയുടെ ശരിക്കുള്ള പേരെന്താ? അബൂ ഹുറൈറ മാഷാ അല്ലാഹ് അബ്ദുറഹ്മാൻ ബിൻ സഖർ. അബ്ദുറഹ്മാൻ ബിൻ സഖർ, ബാറക്കല്ലാഹ്. അബൂ ഹുറൈറയുടെ ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും നിരോധിച്ചാൽ നിങ്ങൾ അത് ഒഴിവാക്കണം. ഫജ്തനിബൂഹു. അവിടെ ഒന്നും പറഞ്ഞില്ല. വഇദാ അമർതുകും ബി അംരി, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ ഫഅ്തു മിൻഹു മസ്തതഅ്തും, നിങ്ങളെ കൊണ്ട് ആവുന്ന വിധം അത് ചെയ്യണം. അവിടെയാണ് പരമാവധി ഉള്ളത്. അമ്രില് പരമാവധി ഉണ്ട്, നെഹിയില് പരമാവധി ഒഴിവാക്കുക. അങ്ങനെയല്ല, നെഹി അള്ളാഹ് ഒഴിവാക്കാൻ പറഞ്ഞ പിന്നെ ഒഴിവാക്കണം. അതാണ് അതിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഹദീസ് സ്വല്ലി ഖായിമ, നിന്ന് നിസ്കരിക്കുക. നിന്നാണ് നിസ്കരിക്കണം. ഫഇല്ലം തസ്തത്തി ഫഖാഇദ, അതിന് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇരുന്ന് നിസ്കരിക്കുക. അതിനും കഴിയുന്നില്ലെങ്കിലോ കിടന്ന് നിസ്കരിക്കുക. അപ്പൊ അതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഹദീസ്. അപ്പൊ നമ്മള് മഅ്മൂറായ ഒരു കാര്യം, അള്ളൊരു കാര്യം കൽപ്പിച്ചാൽ അത് പൂർണ്ണ രൂപത്തിൽ ചെയ്യണം എന്നുള്ളതാണ് അടിസ്ഥാനം, അല്ലെ? നിസ്കാരം 4 റക്അത്ത് 4 റക്അത്ത് തന്നെ നിസ്കരിക്കണം, നിസ്കരിക്കണം, തന്നെ നിസ്കരിക്കണം. ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ അത് ചെയ്യണം എന്നാണ് ഉള്ളത്. ഇനി കഴിയില്ലെങ്കിലാണ് അതിന് ഈ പറയപ്പെട്ട ഇളവുള്ളത്. ഹറാമിൽ ഈ ഇളവില്ല. വ്യഭിചാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് കഴിയും തോന്നണില്ല. പരമാവധി ഒഴിവാക്ക. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യും, പറ്റൂല. ഞാൻ പരമാവധി ശ്രമിച്ചിരിക്കണം, അതല്ല. മൻഹിയാത്ത് ഒഴിവാക്കാൻ പറഞ്ഞു, ഒഴിവാക്കിക്കൊള്ളണം എന്നുള്ളതാണ്. കള്ളോടി ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഗീബത്ത്, ഒരാൾ പരദൂഷണം ഹറാമാണല്ലോ. പരദൂഷണം പറയരുതല്ലോ, നെഹിയാണ്, മൻഹിയാണ്. അപ്പൊ ഒരാൾ പറയാണ്, എനിക്ക് ഇതിങ്ങനെ നാവിൽ ഒരാളെ പറഞ്ഞിട്ടില്ലെങ്കിൽ അടങ്ങാറാണ്. ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും ഒന്നും പറയണം, ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പറയട്ടെ, ആവശ്യമില്ല, അതില്ല. അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു കുറച്ച് സമയം, അങ്ങനല്ല. ഇനി നമ്മൾ കുറച്ചതിന് ഉദാഹരണങ്ങൾ നോക്കാം. ഇനി ഉളുവിന്റെ ഉദാഹരണത്തില്, ഉളുവിൽ ഒരാൾക്ക് ഉളു പൂർണ്ണ രൂപത്തിൽ എടുക്കണമല്ലോ, ഉളു പൂർണ്ണ രൂപത്തിൽ എടുക്കണം. നമ്മൾ ഉളുവിന്റെ അവയവങ്ങളൊക്കെ എഴുകണം. ഒരാൾ കയ്യിൽ മുറിവ് പറ്റി എന്താ ചെയ്യാ? തടവാൻ ദീനിൽ എന്തുണ്ട്? അനുവാദമുണ്ട്. മുറിവ് പറ്റി തടവാൻ എന്തുണ്ട്? അനുവാദമുണ്ട്. ഇൻഷാല്ലാഹ് ഫിഖ് പഠിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്രകാരം തന്നെ ബാക്കി അവയവങ്ങൾ കഴുകും വേണം. ബാക്കി അവയവങ്ങൾ എന്ത് ചെയ്യാ? കഴുകും വേണം. അപ്പൊ നമ്മളെ കൊണ്ട് ആവണ എത്ര നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നിസ്കാരം എടുത്ത നിസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞു, നിന്ന് നിസ്കരിക്കലാണ്. അതിന് കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക. നിസ്കാരം ഒഴിവാക്കുക എന്നുള്ള അവിടെ ഇല്ല. ആവണ എത്ര മഅ്മൂർ ചെയ്യണം. സകാത്തുൽ ഫിത്ർ, ഒരാളെടുത്ത് ഒന്നുമില്ല, കുറച്ച് ഒരു ആണല്ലോ, അയാളടുത്ത് അത്ര ഇല്ല, അത്ര കൊടുക്കാനില്ല, പകുതി ഉണ്ട്. അപ്പൊ അയാൾ അത് കൊടുക്കുക. ഞങ്ങളില്ലാത്തവര് ഉണ്ടാവുന്നില്ല, പക്ഷെ അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ. ഹജ്ജ്
ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഹജ്ജ് ചെയ്യണം എന്നാണ്. അതായത് ഒരാൾക്ക് ശരീരം കൊണ്ട് കഴിയണില്ല, അപ്പൊ ഒരാളെ ഏൽപ്പിക്കാലോ, എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കാലോ, സമ്പത്തോട് ഹജ്ജ് ചെയ്യാം. എന്നാലും അയാളെ കൊണ്ട് ആവണം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഒരാൾ തെറ്റ് കണ്ടാൽ എതിർക്കുക എന്നുള്ളത്. അതില്ലെങ്കിൽ ആ സമൂഹം നശിച്ചു. തെറ്റ് കണ്ടാൽ എതിർക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈ കൊണ്ട് എതിർക്കുക. അതിന് കഴിയാത്തവർ നാവ് കൊണ്ട് അതിനെതിർക്കുക. അതിനും പറ്റാത്തവർ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുക. ഇതൊക്കെ ഇതിന് ഉദാഹരണം ആണ്. അപ്പൊ ഇതാണ് ഈ ഖായിദയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ ഇനി വിശദമായി ഒരു 3-4 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ഖായിദയുമായി ബന്ധപ്പെട്ട് 3-4 കാര്യങ്ങൾ വിശദമായി പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അത് 2 ഖായിദയാണ് എടുത്തത്. ഒരാൾ അയാൾക്ക് നിർണയിക്കപ്പെട്ട അമല് ചെയ്യുകയും ആ അമല് ചെയ്താൽ അതിനെന്താണോ നിർണയിക്കപ്പെട്ട പ്രതിഫലം അത് അയാൾക്ക് കിട്ടണം എന്നുള്ളതാണ്. നേരെ ചെയ്താൽ അത് കൊടുക്കണം. ഞാൻ ദുനിയ വിഷയത്തിലാണ്. ആഖിറത്തില് സ്വാഭാവികമായിട്ട് അതനുസരിച്ചിട്ട് അത് തരും തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിശ്വസിക്കേണ്ടത്. അപ്പോഴും അത് സ്വീകരിക്കുമോ, എന്റെ കർമ്മം അതനുസരിച്ചിട്ടുള്ളത് അയക്കണോ എന്നുള്ള പേടി നമ്മൾക്ക് ഉണ്ടാകണം. അതാ വല്ലാഹു അലം. ബറകല്ലാഹു ഫീക്കും.